രാജസ്ഥാൻ റോയൽസ് 14 മത്സരങ്ങൾ കളിച്ച് അവരുടെ സീസൺ അവസാനിപ്പിച്ചിരിക്കുമ്പോൾ അവരുടെ ഒരു സീസൺ റിവ്യൂവും പൊട്ടൻഷ്യൽ റിലീസ് താരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ വർഷങ്ങളിലെ പ്രധാന താരങ്ങളെ റിലീസ് ചെയ്ത് പുതിയ സീസണിലേക്ക് ഇറങ്ങിയ രാജസ്ഥാന്റെ ടോപ്പ് ഓർഡർ എന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഒഴികെ ബാക്കി എല്ലാ ഏരിയയിലും കൃത്യമായി വീക്ക്നെസ് ഇത്തവണ കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരുന്നു. ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ്, സ്പിൻ ഡിപ്പാർട്ട്മെന്റ്, ഫിനിഷിംഗ്, മിഡിൽ ഓർഡർ അങ്ങനെ ഓവറോളായി എല്ലാ ഡിപ്പാർട്ട്മെന്റും അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു. ഇതിൽ ടീമിന് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കോസ്റ്റ് ചെയ്തത് അവരുടെ മിഡിൽ ഓർഡർ ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. 8 മത്സരങ്ങളാണ് ചേസ് ചെയ്ത് രാജസ്ഥാൻ തോറ്റത്. അതിൽ തന്നെ 4 മത്സരങ്ങൾ അവരുടെ കയ്യിലിരുന്നതിന് ശേഷം കൂടിയായിരുന്നു അവസാനം കൊണ്ടുപോയി നശിപ്പിച്ചത്. സോ ഡെഫിനറ്റായും ഹെഡ്മയർക്ക് ഒരു ബാക്കപ്പ് ടീം കണ്ടെത്തിയേ പറ്റൂ. ഒന്നുകിൽ ഏതെങ്കിലും ക്വാളിറ്റി ഇന്ത്യൻ താരത്തെ ഫിനിഷിംഗിൽ കണ്ടെത്തി ഹെഡ്മയറുടെ ബാറ്റിംഗ് പൊസിഷൻ താഴേക്ക് ഇറക്കുകയോ അല്ലെങ്കിൽ ഹെഡ്മയർക്ക് ബദലായി മറ്റൊരു താരത്തെ കണ്ടെത്തുകയോ വേണം. പിന്നെ തീർച്ചയായും മാറ്റം വരേണ്ടത് അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹസിരംഗ, തീഷ്ണ തുടങ്ങി രണ്ടുപേരും കളിച്ചാൽ കളിച്ചു എന്ന് പറയാൻ പറ്റുന്ന കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് ആണ് IPL-ൽ. 2-3 മത്സരങ്ങളിൽ കളിച്ചു എന്നല്ലാതെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയും ഇവർക്ക് ഇത്തവണ ഇല്ലായിരുന്നു. ഹസിരംഗയുടെ ആവറേജ് 33ഉം തീഷ്ണയുടെ ആവറേജ് 38ഉമായിരുന്നു ഈ സീസണിൽ. സോ ഒന്നുകിൽ ഈ രണ്ടുപേരെയോ അല്ലെങ്കിൽ ഒരാളെയോ റിലീസ് ചെയ്ത് ക്വാളിറ്റി ഇന്ത്യൻ സ്പിന്നേഴ്സിനെ രാജസ്ഥാൻ തീർച്ചയായും നോക്കണം. മിഡിൽ ഓവേഴ്സിൽ ഒട്ടുമിക്ക മത്സരങ്ങളിലും ഗെയിം ഒരു രീതിയിലും രാജസ്ഥാൻ ഇത്തവണ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയതും ഇവരുടെ മോശം പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്. ജോഫ്രെ ആർച്ചറെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാസ്റ്റ് ബോളർ പവർ പ്ലേയിൽ ഇല്ലാത്തതിന്റെ പോരായ്മയും മത്സരങ്ങളിൽ നിഴലിച്ച് കാണുന്നുണ്ടായിരുന്നു. വെറും 3 തവണയാണ് ഒന്നിൽ കൂടുതൽ വിക്കറ്റ് പവർ പ്ലേയിൽ രാജസ്ഥാൻ ഇത്തവണ എടുത്തതും. സോ പേസ് ബോളിംഗ് ലൈനപ്പിന് രാജസ്ഥാൻ മൂർച്ച കൂട്ടേണ്ടതുണ്ട്. സന്ദീപ് ശർമ്മ വളരെ പ്രഡിക്റ്റബിളായി മാറിയിരിക്കുമ്പോൾ ആകാശ് മധുവാൾ തുടക്കം മുതലേ ടീമിൽ കളിക്കേണ്ട ഒരു താരം തന്നെയായിരുന്നു. എന്നാൽ മധുവാളിനെ കളിപ്പിക്കാതിരുന്നതും പ്രോപ്പർ വൺ ഡൗൺ ബാറ്ററായ നിതീഷ് റാനയെ 4-ാമതും 5-ാമതുമൊക്കെയായി ഇറക്കിയതും പരാഗിനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്ത് വൺ ഡൗൺ ആക്കിയതും രാജസ്ഥാൻ നടത്തിയ ടാക്ടിക്കൽ മിസ്റ്റേക്കായി തോന്നുന്നുണ്ട്. റാണ CSKക്കെതിരെ വൺ ഡൗൺ ആയി വന്ന മത്സരത്തിലെ പെർഫോമൻസ് ആരും മറക്കാൻ സാധ്യതയില്ല. കൂടാതെ 8 മത്സരങ്ങൾ ചേസ് ചെയ്ത് പരാജയപ്പെട്ടിട്ടും ടോസ് കിട്ടിയ 7 മത്സരത്തിലും ചേസ് ചെയ്യാൻ തീരുമാനിച്ച രാജസ്ഥാൻ അവരുടെ വീക്ക്നെസ് അവർ തന്നെ ചൂഷണം ചെയ്യുന്നത് പോലെയാണ് തോന്നിച്ചതും. സോ ഒരു കോച്ചിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് ടാക്ടിക്കൽ എറർ വന്നിട്ടുണ്ട്. ടീമിന് ആകെയുള്ള പോസിറ്റീവ് വൈഭവ് സൂര്യവംശിയാണ്. നല്ല പവർ പാക്ഡ് ആയിട്ടുള്ള ലൈനപ്പ് ആയിരിക്കുമ്പോൾ ഇന്നിംഗ്സ് ആങ്കർ ചെയ്യാൻ സഞ്ജു ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ അതിന് കെൽപ്പുള്ള മറ്റൊരു താരത്തെ ടീമിൽ കൊണ്ടുവരുന്നതോ നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ടീമിലുള്ള സകലരും അടിക്കാൻ തന്നെ നോക്കുന്നവരാണ്. ആ റോളൊന്ന് മാറ്റി കളിക്കേണ്ട ആവശ്യം വരുമ്പോൾ ഒരു ബാറ്റിംഗ് യൂണിറ്റ് എന്ന നിലയിൽ അവർ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. സോ രാജസ്ഥാന്റെ ഓവറോൾ ഈ സീസൺ കണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇതുപോലുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.